ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മി 9. അപ്പോൾ റെഡ്മി 9 സീരീസിൽ നിരവധി ഫോണുകൾ ഇപ്പോൾ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സ്, റെഡ്മി നോട്ട് 9 പ്രോ, റെഡ്മി നോട്ട് 9, റെഡ്മി 9 പ്രൈം, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ മോഡലായിട്ട് നിൽക്കുന്നത് റെഡ്മി 9. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റെഡ്മി 9ൻ്റെ കുറച്ച് വിശേഷങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോണിൻ്റെ വേരിയൻറ്റ് 4GB റാമും 64GB ഇൻറ്റേർണൽ മെമ്മറിയുള്ള വേരിയൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കളർ വേരിയൻറ്റ് ബ്ലാക്ക് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഗൈസ്, ഈ ഫോൺ നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീല് അത്യാവശ്യം നല്ല ഇൻ ഹാൻഡ് ഫീല് നമുക്ക് തരുന്നുണ്ട്. സാമാന്യം തരക്കേടില്ലാത്ത സൈസാണ്. കൈ നല്ല രീതിയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഏതാണ്ട് 196 ഗ്രാം, അത് ആവറേജ് വെയിറ്റ് എന്ന് പറയാം കേട്ടോ. അതിൻ്റെ ഭാരം പറയുകയാണെങ്കിൽ ആവറേജ് വെയിറ്റ് ആണ്. ഭാരം കൂടുതലോ ഭാരം കുറവോ ഇവിടെ ഫീൽ ചെയ്യുന്നില്ല നമുക്ക്. ഗൈസ്, പിന്നെ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന 5000 mAh ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് 13 MB പിന്നെ 2 MB 2 ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, നമ്മൾ പെട്ടെന്ന് ഫോൺ എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ക്യാമറയാണ് ഈ ഫോണിൻ്റെ, അതായത് റെഡ്മി 9ൻ്റെ 4 ക്യാമറ മോഡലാണ് ഇതിൻ്റെ ബാക്കി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ 4 ക്യാമറ നൽകിയിട്ടില്ല, 2 ക്യാമറ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 4 ക്യാമറ, ഒരെണ്ണം ഡമ്മി പോലെ വെച്ചിരിക്കുന്നു, ഒരെണ്ണം ഫ്ലാഷ് ലൈറ്റുമാണ്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 ക്യാമറയും പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും പിന്നെ ഒരു ചുമ്മാ ഡമ്മി പോലെ വെച്ചിരിക്കുന്ന ഒരു ക്യാമറയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് നമുക്ക് കാണാമല്ലോ, ഫിംഗർ പ്രിന്റിന്റെ മോഡൽ, നല്ല മനോഹരമായ ഡിസൈനാണ് ബാക്കി കൊടുത്തിരിക്കുന്നത്. എന്തായാലും അടിപൊളി ലുക്കാണ്, നല്ല ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗൈസ്, ഇതിൻ്റെ ബാക്ക് കവർ തയ്യാറാക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് മോഡലിലാണ്, പ്ലാസ്റ്റിക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഫിംഗർ പ്രിന്റിൻ്റെ മോഡലിലുള്ള വരകളിലും നല്ല മനോഹരമായിട്ട് ഇതിൻ്റെ ബാക്ക് കവർ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലുക്കും ഫിനിഷിങ്ങും ഒക്കെ ഇവിടെ നമുക്ക് തരുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്.
ഗൈസ്, നമ്മൾ ഈ ഫോൺ അൺബോക്സ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ഇവിടെ ഇതിന്റെ ബാക്ക് കേസ് ഈ കമ്പനി ഇതിന്റെ കൂടെ തരുന്നില്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആയതുകൊണ്ടായിരിക്കാം ഇതിന്റെ കൂടെ നമുക്ക് ആ ബാക്ക് കവർ തരാത്തത്. പിന്നെ നമുക്കിവിടെ ചാർജിങ് കപ്പാസിറ്റി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന 10 വാട്ടിന്റെ സാധാരണ ചാർജിങ് കപ്പാസിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി ഇവിടെ നൽകിയിട്ടില്ല. പിന്നെ ഇതിന് മൈക്രോ USB കേബിൾ ആണ് തന്നിട്ടുള്ളത്. അതായത് മൈക്രോ USB കേബിൾ ആണ് ഇവിടെ ചാർജിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ളത്. റെഡ്മി നോട്ട് 8 പോലും ടൈപ്പ് സി കേബിൾ ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് സി കേബിൾ ആയിരുന്നെങ്കിൽ ഇത്തിരി കൂടി ബെറ്റർ ആയേനെന്ന് പറയാം. ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇതിന്റെ ബ്രൈറ്റ്നെസ് ലെവല്, ഇതിന്റെ ഡിസ്പ്ലേ എന്നീ കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഡിസ്പ്ലേ 6.53 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ബ്രൈറ്റ്നെസ് ലെവൽ അത്യാവശ്യം ഹെവി തന്നെയാണ്. 400 നിക്സ് ബ്രൈറ്റ്നെസ് ലെവൽ തരുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ചുറ്റുമുള്ള ബസലുകളുടെ ഒരു കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്ന ആവറേജ് ബസലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ബസലുകളുടെ, അതായത് ഒരുപാട് കനം കൂടിയതോ കുറഞ്ഞതോ ആയ ബസലുകളല്ല കൊടുത്തിരിക്കുന്നത്, ആവറേജ് ബസലുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിന്റെ താഴ്ഭാഗം, അതായത് താഴ്ഭാഗം എന്നറിയപ്പെടുന്ന ചിൻ അത്യാവശ്യം കട്ടി കൂടിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ xiaomiയുടെ ഏറ്റവും പുതിയ യൂസർ ഇന്റർഫേസ് ആയ MIUI 12 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ, പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.